കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥ കടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യ നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോലോത്തിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ആദ്യമേ തന്നെ പെന്തക്കോസ്ത് തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി നേരുകയാണ്. ഒരുപക്ഷേ ഈ ഒരു പെന്തക്കോസ്ത് തിരുനാളിൽ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും കേൾക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പെന്തക്കോസ്ത് ദിനം കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ പെന്തക്കോസ്ത് ഞായർ കടന്നു പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ആ ഒരു ശക്തിയോട് കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇത് പക്ഷേ ഇന്നത്തെ ലേഖനമായി നമ്മൾ വായിച്ചു കേട്ടു, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഓരോരുത്തരും ദൈവപുത്രന്മാരും പുത്രിമാരുമാണ്. ഒരു പക്ഷേ നമ്മുടെ ഓരോരുത്തരെയും ജീവിതം പരിശോധിക്കുമ്പോൾ നമ്മൾ ദൈവമക്കളാണെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണോ നമ്മളെന്നുള്ളൊരു കാര്യം. കാരണം പലപ്പോഴും നമുക്കറിയാം, മാമോദീസയുടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ശൈലേപനത്തിലൂടെ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ സ്ഥിരപ്പെട്ട് നമ്മൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടി ജീവിച്ച് മുന്നേറിപ്പോകാൻ വിളിക്കപ്പെടുമ്പോഴും എപ്പോഴോ ഈ അഗ്നിയായിട്ട് മാറേണ്ട പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഒരു കനലായിട്ട് അവശേഷിക്കുന്ന അവസ്ഥകൾ കടന്നു വരാറുണ്ട്. നമുക്കറിയാം അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ പാപാവസ്ഥകൾ കൊണ്ടോ നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്ന പാപങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു സ്നേഹബലത്തോടു കൂടി ആകാത്തതിൻ്റെ നിമിത്തം കൊണ്ടാണ് പലപ്പോഴും പരിശുദ്ധാത്മാവ് ഒരു കനലായിട്ട് മാത്രം നമ്മുടെ ജീവിതത്തിൽ അവശേഷിക്കുന്നത്. അപ്പോഴാണ് പൗലോസ്ലീഹ റോമായിലെ സഭയിലുള്ള ക്രിസ്ത്യാനികൾ പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരും ദൈവാത്മാവിനാൽ നയിക്കപ്പെടണം. കാരണം ഒരു ദൈവമക്കളാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. കാരണം ഈ ഒരു പെന്തക്കോസ്ത് ദിനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടതാണ്, ഞാൻ ആരാലാണ് നയിക്കപ്പെടുന്നത്? ദൈവാത്മാവിനാലാണ് നയിക്കപ്പെടുന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും ആത്മശോധന ചെയ്യാം. ഒരു പക്ഷേ നമുക്കറിയാം, ഇത്രയും ദിവസം നമ്മൾ കുമ്പസാരിച്ച് ഒരുങ്ങി നമ്മുടെ പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പുതിയ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുകയായിരുന്നു. എന്തിനു വേണ്ടി? എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അവൻ്റെ ഏറ്റവും വലിയ ആത്മീയ ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഓരോ സാഹചര്യങ്ങളും നമുക്കുണ്ടാകണം. നമ്മുടെ കുടുംബങ്ങളായിക്കോട്ടെ, ജീവിത സാഹചര്യങ്ങളായിക്കോട്ടെ, എല്ലായിടവും പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടണം. കാരണം ഏതൊരാളെയും പറ്റി പറയുമ്പോൾ നമ്മൾ ക്രിസ്ത്യാനികൾ പലപ്പോഴും വ്യത്യസ്തനാകുന്നത് ഈ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന അവസ്ഥാന്തരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണെന്നുള്ള കാര്യം ഓരോ നിമിഷവും ഓർക്കാം. ഒരു നല്ല അപ്പനും അമ്മയുമായിട്ട് മാറണമെങ്കിൽ നമ്മൾ ആത്മാവിനാൽ നയിക്കപ്പെടണം. ഒരു നല്ല മക്കളായിട്ട് മാറണമെങ്കിൽ ആത്മാവിനാൽ നയിക്കപ്പെടണം. അങ്ങനെ ഓരോ സാഹചര്യങ്ങളും നമ്മൾ ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ അതിൻ്റെ വ്യത്യസ്തതകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും തമ്പുരാൻ്റെ അത്രത്തോളം സ്നേഹത്തോടുള്ള ആ ഒരു അനുബന്ധ സ്നേഹം നമുക്കും അനുഭവിക്കാൻ പറ്റുമെന്നുള്ള കാര്യം എപ്പോഴും ഓർക്കാം. കാരണം നമുക്കറിയാം, സുവിശേഷത്തിലേക്കും വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോഴും പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്ന വിശേഷണങ്ങൾ കുറേയുണ്ട്. അതിലൊന്ന് എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഒരു ജീവശ്വാസത്തെ പോലെ തമ്പുരാൻ അവരെ വിശ്വസിച്ചു എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം, ഈ ഒരു ജീവശ്വാസം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നമുക്ക് ഒഴിവാക്കാൻ പറ്റും, എത്രത്തോളം നമ്മൾ ഒഴിവാക്കുന്നോ അത്രത്തോളം നമ്മുടെ ജീവിതം തീർന്നു എന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും ഓർക്കാം. കാരണം നമുക്കറിയാം, ഒരു ശ്വസിക്കാത്ത മനുഷ്യൻ അവൻ ജീവിക്കുന്നില്ല. അതുപോലെ തന്നെ ഓരോ ക്രിസ്ത്യാനി ജീവിതത്തിലും ആത്മീയമായിട്ട് അവൻ ജീവിച്ചു മുന്നേറുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന ജീവശ്വാസം അവൻ്റെ ജീവിതത്തിലില്ലെങ്കിൽ അവൻ ഒരു മനുഷ്യനല്ലെങ്കിൽ അവൻ ജീവിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ചേർത്ത് വയ്ക്കണം. നമ്മൾ ഓരോരുത്തരും ആത്മശോധന ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ പരിശുദ്ധാത്മാവ് എന്ന ജീവശ്വാസത്താൽ ആ ഒരു ശ്വാസത്താൽ ഞാൻ ഓരോ നിമിഷവും ഉണർന്ന് ജീവിച്ചു പോകുന്ന ആളാണെന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും ആത്മശോധന ചെയ്യാം. കാരണം
ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെടുന്നത് ഈ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് നമ്മൾ പറയുമ്പോഴും നമ്മൾ ആത്മാവാൽ തന്നെയാണ് പല കാര്യങ്ങളും ചെയ്തതെന്നുള്ള കാര്യം നമ്മൾ ആത്മശോധന ചെയ്യണം. കാരണം പലപ്പോഴും നമുക്കറിയാം നമ്മൾ നയിക്കപ്പെടുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. സമ്പത്തായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ഓരോരുത്തരുടെയും പല വൃത്തിത്തരങ്ങളായിക്കോട്ടെ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ നയിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ ഈ ഒരു തെളിവിൻ്റെ സഹിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. വളരെ പ്രത്യേകമായിട്ട് ഈ പന്തക്കുസ്ത തിരുനാളിൽ നമ്മൾ സഭയുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെപ്പറ്റി നമ്മൾ ഓരോ വായനകൾ കേൾക്കുമ്പോഴും നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ട ഒരു കാര്യം, എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് കാരണം എന്ത് മാറ്റങ്ങൾ സംഭവിച്ചു, എനിക്കൊരു നല്ല അപ്പനും അമ്മയായിട്ട് മാറാൻ പറ്റുമോ, ഒരു നല്ല മക്കളായിട്ട് മാറാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അത് മാറ്റപ്പെട്ടോ അല്ലെങ്കിൽ അഭിഷേകം ചെയ്യപ്പെട്ടോ എന്നുള്ളൊരു കാര്യം നമുക്ക് ഓരോരുത്തർക്കും ഓർത്തെടുക്കാം. കാരണം നമ്മൾ ഓരോരുത്തരും ദൈവമക്കളാണെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ആത്മാവിനാൽ നയിക്കപ്പെട്ടു എന്നുള്ളൊരു കാര്യം. അതുപോലെ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.